ഹായ്, ഞാൻ ലക്ഷ്മി കൃഷ്ണൻ, ഒരു സ്കിൻ കെയർ എന്തൂസിയാസ്റ്റാണ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സിറങ്ങളെ പറ്റിയിട്ടാണ്. സിറങ്ങൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ വരുന്ന ചില മിസ്റ്റേക്കുകളായിരിക്കും. പ്രധാനമായിട്ട് നമ്മൾ അതിനെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത്. പക്ഷെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനെ പറ്റി ഒന്ന് ആലോചിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഫസ്റ്റ് സിറത്ത് മിസ്റ്റേക്കുകളെ പറ്റി പറയുന്നതിന് മുന്നേ എന്താണ് സിറം എന്ന് പറഞ്ഞാൽ നമുക്ക് തുടങ്ങാം. കാര്യം എന്ന് വെച്ചാൽ നമ്മൾ സിറത്തിനെ പറ്റി ലൈക്ക് ആ സിറം, വിറ്റാമിൻ സി സിറം, നയാസിനമൈഡ് സിറം, അങ്ങനെ കുറേ സിറത്തിനെ പറ്റി പറയാറുണ്ട്. പക്ഷെ എന്താണ് ബേസിക്കലി സാധനം നമുക്ക് അറിയത്തില്ലല്ലോ. സംഭവം എന്തെന്ന് വെച്ചാൽ ഭയങ്കര ലൈറ്റ് വെയ്റ്റഡ് ആയിട്ടുള്ള ഒരു സാധനം, ഒരു സ്കിൻ കെയർ പ്രൊഡക്റ്റ്. ഇതെന്ന് വെച്ചാൽ എത്രത്തോളം നമ്മൾ തിക്നെസ് കുറയുന്നു അത്രത്തോളം ഡീപ്പായിട്ട് നമ്മുടെ സ്കിന്നിലോട്ട് ഇത് പെനിട്രേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും, മോയിസ്ചറൈസേഴ്സിനെയൊക്കെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ എഫക്റ്റ് കിട്ടും. മാത്രമല്ല നമ്മൾ മെയിൻ ആയിട്ട് മോയിസ്ചറൈസേഴ്സിലൊക്കെ എടുക്കുമ്പോൾ ഒരു 2% വരെ നമുക്കൊരു കോൺസെൻട്രേഷൻ, ഇൻഗ്രീഡിയന്റ് കോൺസെൻട്രേഷൻ കൊടുക്കാൻ പറ്റും. പക്ഷെ സിറത്തിലോട്ട് പോകുമ്പോൾ ആ കോൺസെൻട്രേഷൻ നമുക്ക് കൂടുതലാക്കാൻ പറ്റും. അതുകൊണ്ടാണ് മോയിസ്ചറൈസറുകളെക്കാളും ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് സിറത്തിൽ യൂസ് ചെയ്യണം നമ്മൾ പറയുന്നത്. മോയിസ്ചറൈസേഷൻ, ഹൈഡ്രേഷന് വേണ്ടി യൂസ് ചെയ്യുമ്പോൾ സിറം മറ്റുള്ള ഹൈപ്പർ പിഗ്മെന്റേഷൻ അല്ലെങ്കിൽ വൈറ്റ് ഹെഡ്സ്, ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ മാറ്റാനായിട്ട് യൂസ് ചെയ്യും. പക്ഷെ അതൊരു ഓയിൻമെന്റ് ഫോർമുലേഷനിലോട്ട് വരുമ്പോൾ അത് കുറച്ചും കൂടെ ഹയർ ഫോർമുലേഷൻ ആവുന്നതുകൊണ്ട് അവിടെ അത് വേറെയാണ്. ഞാൻ സിറവും മോയിസ്ചറൈസറും തമ്മിലുള്ള വ്യത്യാസമാണ് കേട്ടോ പറയുന്നത്. സോ എനിവേസ് മോയിസ്ചറൈസർ കമ്പയർ ചെയ്യുമ്പോൾ സിറത്തിനായിരിക്കും കുറച്ചുകൂടെ കോൺസെൻട്രേഷൻ കൂടുതൽ, കുറച്ചുകൂടെ അബ്സോർപ്ഷൻ കപ്പാസിറ്റി കൂടുതൽ. മാത്രമല്ല നമുക്ക് ലെയർ ചെയ്യാൻ ഈസി സിറമാണ്. കാരണം നമുക്ക് ഒരു മോയിസ്ചറൈസർ എടുത്തിട്ട് നമുക്ക് പല പല മോയിസ്ചറൈസേഴ്സ് ഒരുമിച്ച് യൂസ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. പക്ഷെ സിറങ്ങളാകുമ്പോഴത്തേക്ക് ആസ് ലോങ് ആസ് നമ്മുടെ സ്കിൻ ഇറിറ്റേഷൻ വരാത്ത ഒരു മിക്സർ ആണെങ്കിൽ നമുക്ക് 2-3 സിറംസ് ഒരു സ്കിൻ കെയർ റൊട്ടീനിൽ തന്നെ ആഡ് ചെയ്യാനും പറ്റും. അപ്പൊ അതാണ് സിറവും മോയിസ്ചറൈസറും തമ്മിലുള്ള വ്യത്യാസം. ഇപ്പൊ എന്താണ് സിറം എന്നുള്ളതിന് ഒരു ഐഡിയയും കിട്ടിയല്ലോ. സിറോ മോയിസ്ചറൈസർ തമ്മിലുള്ള വ്യത്യാസം, സിറം എന്താണെന്നുള്ള ഒരു ഐഡിയ ഇപ്പൊ കിട്ടിയല്ലോ. ഇനി നമുക്ക് മിസ്റ്റേക്കുകളെ പറ്റി അത് നോക്കാം. ഫസ്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ സിറത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് വെച്ചാൽ റോങ് ഓർഡറിൽ സിറം യൂസ് ചെയ്യുന്നതാണ്. അതായത് മോയിസ്ചറൈസർ യൂസ് ചെയ്തിട്ട് ദെൻ സിറം, ദെൻ സൺസ്ക്രീൻ അങ്ങനെ യൂസ് ചെയ്യുന്നതാണ്. അങ്ങനെ ചെയ്യരുത്. കാര്യം എന്ന് വെച്ചാൽ നേരത്തെ നമ്മൾ ഫസ്റ്റ് എന്താണ് സിറം എന്ന് പറഞ്ഞപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞു സിറം എന്ന് പറഞ്ഞാൽ ഭയങ്കര ലൈറ്റ് കൺസിസ്റ്റൻസിയിലുള്ള സാധനമാണ്. അപ്പൊ നമ്മൾ മോയിസ്ചറൈസർ അപ്ലൈ ചെയ്തിട്ട് അതിന്റെ മുകളിലോട്ടാണ് സിറം അപ്ലൈ ചെയ്യുന്നതെങ്കിൽ അത് അബ്സോർബ് ചെയ്തെടുക്കാനുള്ള കഴിവ് നമ്മുടെ സ്കിൻ ഉണ്ടാവില്ല. കാരണം ഒരു ബാരിയർ പോലെ നമ്മുടെ മോയിസ്ചറൈസർ അതിന്റെ മുകളിൽ നിൽക്കുന്നത് കൊണ്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സിറം അത്രത്തോളം നമ്മുടെ സ്കിന്നിലോട്ട് അബ്സോർബ് ആവണം എന്നില്ല. നിങ്ങൾക്ക് തന്നെ അറിയാം, നമ്മൾ 2 to 3 ഡ്രോപ്സ് സിറംസ് അല്ലെങ്കിൽ 3 to 4 മാക്സിമം യൂസ് ചെയ്യാറുള്ളൂ സിറംസ്. അപ്പൊ അത്രയും കുറച്ച് സിറം നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അത് അത്രയും നന്നായിട്ട് സ്കിന്നിൽ അബ്സോർബ് ചെയ്യണമെങ്കിൽ ക്ലീൻ ആയിട്ടുള്ള സ്കിന്നിൽ ഫസ്റ്റ് സിറം അപ്ലൈ ചെയ്യുക, ദെൻ മോയിസ്ചറൈസർ അപ്ലൈ ചെയ്യുക. ഇപ്പൊ എനിക്കറിയാം കുറെ പേരേക്കും നിങ്ങളല്ലേ പറഞ്ഞത് റെറ്റിനോൾ സിറം യൂസ് ചെയ്യുമ്പോൾ ഫസ്റ്റ് മോയിസ്ചറൈസർ അപ്ലൈ ചെയ്യുക പിന്നെ റെറ്റിനോൾ അപ്ലൈ ചെയ്യാം. അതിന്റെ റീസൺ എന്ന് പറഞ്ഞാൽ ഇതേ സെയിം കാര്യം തന്നെ നമുക്ക് അങ്ങോട്ട് എടുക്കാം. കാരണം റെറ്റിനോൾ നമുക്ക് നന്നായിട്ട് സ്കിൻ പേർജിങ് തരും. അപ്പൊ അത് വരാതിരിക്കാനാണ് റെറ്റിനോൾ, സാലിസിലിക് ആസിഡ് അല്ലെങ്കിൽ ഗ്ലൈക്കോളിക് ആസിഡ് ഒക്കെ ഫസ്റ്റ് ടൈം യൂസ് ചെയ്യുന്ന ആൾക്കാർ സാൻഡ്വിച്ച് മെത്തേഡ് യൂസ് ചെയ്ത് സ്കിൻ കെയർ ഈ സെറംസ് യൂസ് ചെയ്യാൻ പറയുന്നത്. കാരണം അത്രയും കുറച്ച് അബ്സോർബ് ആവും, എന്നാൽ കുറച്ച് അബ്സോർബ് ആവുകയും ചെയ്യും. അപ്പൊ നമ്മുടെ സ്കിൻ ഒന്ന് ടോളറേറ്റ് ചെയ്ത് വരും. അതുകൊണ്ടാണ് സാൻഡ്വിച്ച് മെത്തേഡ് യൂസ് ചെയ്തിട്ട് ഇങ്ങനെയുള്ള സെറംസ് ഫസ്റ്റ് അപ്ലൈ ചെയ്യാനായിട്ട് പറയുന്നത്. അതുപോലെ തന്നെയാണ് നിങ്ങൾ ഒന്നിൽ കൂടുതൽ സെറം യൂസ് ചെയ്യുമ്പോൾ നമ്മൾ അതും റോങ് ഓർഡറിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിന്റെ എഫക്റ്റ് കിട്ടത്തില്ല. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ വിറ്റാമിൻ സി സെറം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾ എപ്പോഴും ഇപ്പൊ സ്കിൻ കെയറിൽ ആദ്യമേ നമ്മൾ വിറ്റാമിൻ സി സെറം യൂസ് ചെയ്യുക. കാര്യം എന്ന് വെച്ചാൽ മറ്റുള്ള സെറം കമ്പയർ ചെയ്യുമ്പോൾ വിറ്റാമിൻ സി സെറം പെട്ടെന്ന് ഓക്സിഡൈസ് ആയി പോകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ നമ്മൾ ക്ലീൻ ചെയ്ത ഫേസിൽ, ഡ്രൈ ആയിട്ടിരിക്കുന്ന ഫേസിൽ ഫസ്റ്റ് വിറ്റാമിൻ സി സെറം അപ്ലൈ ചെയ്യുക. അതിനുശേഷം നമ്മൾ സാധാരണ സിറംസ് ഫോളോ അപ്പ് ചെയ്യാം. പക്ഷേ വിറ്റാമിൻ സി ഉപയോഗിക്കുമ്പോൾ റെറ്റിനോള്, സാലിസിലിക് ആസിഡ്, ഗ്ലൈക്കോളിക് ആസിഡ്, ലാക്ടിക് ആസിഡ് പോലെയുള്ള സിറംസ് യൂസ് ചെയ്യാതിരിക്കാനും ശ്രദ്ധിക്കണം. പിന്നെ ഹൈലറോണിക് ആസിഡ്, നയാസിനമൈഡ്, അക്കോജിക് ആസിഡ്, ആൽഫ ആർബിറ്റിൻ, അസലിക് ആസിഡ് ഇങ്ങനെയുള്ള സിറംസ് നമുക്ക് വിറ്റാമിൻ സിയുടെ കൂടെ നന്നായിട്ട് ഉപയോഗിക്കാനും പറ്റും, കുഴപ്പമൊന്നുമില്ല. ഇതേ സെയിം ആണ് വിറ്റാമിൻ സിക്ക് വരെ റെറ്റിനോൾ യൂസ് ചെയ്യുക. എന്നിട്ട് ബാക്കി അതുപോലെ തന്നെയാണ് നേരത്തെ പറഞ്ഞ ആദ്യമേ വിറ്റാമിൻ സിയുടെ എന്തൊക്കെ ഉപയോഗിച്ചുകൂടാന്ന് പറഞ്ഞു, അതൊന്നും നമുക്ക് റെറ്റിനോളിന്റെ കൂടെ ഉപയോഗിക്കാൻ പാടില്ല. പക്ഷെ എന്തൊക്കെ ഉപയോഗിക്കാന്ന് പറഞ്ഞു അതെല്ലാം നമ്മൾ റെറ്റിനോളിന്റെ കൂടെ ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ അതാണ് ഒരു ഓർഡർ, നമ്മൾ സിറംസ് യൂസ് ചെയ്യുമ്പോൾ ഒരു ഓർഡർ. കാര്യം എന്ന് വെച്ചാൽ ഈ വിറ്റാമിൻ സി സിറം pH വേരിയേഷൻ വരുന്നതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഈ മറ്റുള്ള സിറംസും കൂടെ യൂസ് ചെയ്യരുത് എന്ന് പറയുന്നത്. അടുത്തെന്ന് വെച്ചാൽ ഇപ്പൊ വിറ്റാമിൻ സി അല്ല നമ്മളിപ്പം നയാസിനമൈഡ്, കോജിക് ആസിഡ് അങ്ങനെയുള്ള സിറംസ് എടുക്കുകയാണെങ്കിൽ ഒന്നുകിൽ നിങ്ങളുടെ സ്കിന്നിന്റെ പ്രിഫറൻസ് എടുക്കുക. കാരണം ഇപ്പൊ നിങ്ങൾക്ക് ഹൈപ്പർ പിഗ്മെന്റേഷൻ ആണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ഉള്ളതെങ്കിൽ ഫസ്റ്റ് ആ ഹൈപ്പർ പിഗ്മെന്റേഷൻ മാറ്റാനുള്ള സിറം യൂസ് ചെയ്യുക, പിന്നെ ഹൈഡ്രേഷന് വേണ്ടിയുള്ള സിറം യൂസ് ചെയ്യുക. അതല്ലാന്നുണ്ടെങ്കിൽ അതിന്റെ കൺസിസ്റ്റൻസി ഏറ്റവും ലൈറ്റ് ആയിട്ടുള്ള സിറം ഫസ്റ്റ് യൂസ് ചെയ്യുക. പിന്നെ തിക്നെസ് അനുസരിച്ച് സിറം കൂടുന്നതനുസരിച്ച് തിക്നെസ് ഏതാണോ അടുത്ത കൂടുതലുള്ളത് ആ സിറം നെക്സ്റ്റ് ഫോളോ അപ്പ് ചെയ്യുക. അങ്ങനെ വേണം നമ്മൾ എപ്പോഴും സിറം കറക്റ്റ് ഓർഡറിൽ അപ്ലൈ ചെയ്യാൻ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ സിറം നമ്മുടെ സ്കിന്നിലോട്ട് പ്രോപ്പറായിട്ട് അബ്സോർബ് ആവത്തില്ല. കാരണം കട്ടി കൂടെ സിറം അബ്സോർബ് ചെയ്തിട്ട് തേച്ചിട്ടാണ് നമ്മൾ മറ്റുള്ള സിറംസ് അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിലും പ്രോപ്പറായിട്ട് അബ്സോർബ് ആവാൻ
ചാൻസ് കുറവാണ്. വിറ്റാമിൻ സി സെറം മാക്സിമം ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഫോമിലായിരിക്കും. പക്ഷേ നിങ്ങളിപ്പോൾ ഫോക്സ്റ്റൈലിന്റെ വിറ്റാമിൻ സി സെറം ഒക്കെയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതാണെങ്കിൽ നമുക്ക് ഡ്രൈ സ്കിൻ അപ്ലൈ ചെയ്യണം എന്നില്ല. കാര്യം എന്ന് വെച്ചാൽ അത് അങ്ങനെ ഫോർമുലേറ്റ് ചെയ്ത് എടുത്തേക്കാണ്. അപ്പൊ അതാകുമ്പോൾ കുഴപ്പമില്ല. പക്ഷെ ഇപ്പൊ നിങ്ങൾ ഇപ്പൊ ലിക്വിഡ് ബോട്ടിൽ കിട്ടുന്ന നമ്മൾ കൺവെൻഷണൽ സെറംസ് ഇല്ലേ, അതൊക്കെ ആണെങ്കിൽ വിറ്റാമിൻ സിയിൽ നിങ്ങൾ എപ്പോഴും ഫസ്റ്റ് ഡ്രൈ സ്കിന്നിൽ അപ്ലൈ ചെയ്യുക, അതിനുശേഷം ഫോളോ അപ്പ് ചെയ്യുക. അതുപോലെയാണ് സാലിസിലിക് ആസിഡ്, ഗ്ലൈക്കോളിക് ആസിഡ്, ലാക്ടിക് ആസിഡ്, റെറ്റിനോൾ, ഇതെല്ലാം നമ്മൾ എപ്പോഴും ഡ്രൈ സ്കിന്നിൽ അപ്ലൈ ചെയ്യുക. ബാക്കിയുള്ള സിറംസിൽ നയാസിനമൈഡ്, കോജിക് ആസിഡ്, ആൽഫ ആർബിറ്റിൻ, അസലിക് ആസിഡ്, ഇതൊന്നും ഹൈൽഡ്രോണിക് ആസിഡ് ഡ്രൈ സ്കിന്നിൽ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. എപ്പോഴും ഡാം സ്കിന്നിൽ വേണം അപ്ലൈ ചെയ്യാൻ. അപ്പൊ അങ്ങനെ വേണം നമ്മൾ ബേസിക്കലി സെറംസ് അപ്ലൈ ചെയ്യാൻ. ഇതാണ് കറക്റ്റ് ഓർഡർ സെറം അപ്ലൈ ചെയ്യുന്നത്, കറക്റ്റ് രീതി. അടുത്ത ഒരു മിസ്കൺസെപ്ഷൻ ആണ് നമ്മൾ സെറം നന്നായിട്ട് റബ്ബ് ചെയ്താൽ മാത്രമേ നമ്മുടെ സ്കിന്നിലോട്ട് അത് അബ്സോർബ് ആവൂ എന്നുള്ളത്. അത് ഏറ്റവും വലിയൊരു മിസ്കൺസെപ്ഷൻ ആണ്. കാര്യം എന്ന് വെച്ചാൽ സെറം ഒരിക്കലും നമ്മൾ നന്നായിട്ട് റബ്ബ് ചെയ്ത് നമ്മുടെ സ്കിന്നിലോട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. എപ്പോഴും ഡാബ് ചെയ്ത് വേണം നമ്മുടെ സ്കിന്നിലോട്ട് കൊടുക്കാൻ. നമ്മൾ റബ്ബ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ മോസ്റ്റ് ഓഫ് ദി സിറംസ് നമ്മുടെ കയ്യിലോട്ട് വരികയാണ് ചെയ്യുന്നത്. അതുപോലെയാണ് റോങ് ആപ്ലിക്കേഷനിൽ വരുന്ന വേറൊന്നാണ് നമ്മൾ സെറം നമ്മുടെ ഹാൻഡിൽ എടുത്തിട്ട് ഇങ്ങനെ നന്നായിട്ട് ചെയ്തിട്ട് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്ത് ആ സമയത്ത് ഉണ്ടാവുന്ന എന്ന് വെച്ചാൽ മോസ്റ്റ് ഓഫ് ദി പ്രൊഡക്റ്റ് നമ്മുടെ കയ്യിൽ വേസ്റ്റ് ആവുകയാണ് ചെയ്യുന്നത്. സിറത്തിന് ഒരു ആക്ടിവേഷൻ്റെ ആവശ്യമില്ല, ഡയറക്റ്റ് നിങ്ങളുടെ സ്കിന്നിലോട്ട് അപ്ലൈ ചെയ്യാൻ കുഴപ്പമില്ല. ആസ് ലോങ് ആസ് നമ്മൾ ആ പമ്പ് നമ്മുടെ മുഖത്ത് തട്ടാതിരുന്ന് കഴിഞ്ഞാൽ മതി. ബാക്കി അല്ലാണ്ട് നിങ്ങൾ വെറുതെ ഡാബ് ചെയ്തിട്ട് നിങ്ങളുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്ത് വിട്ടാൽ മതി. ഒരുപാട് റബ്ബ് ചെയ്ത് നമ്മുടെ സ്കിന്നിന് അങ്ങോട്ട് ഒരച്ചങ്ങ് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. സെറം നന്നായി വെറുതെ ഒന്ന് ഡാബ് ചെയ്ത് കൊടുത്താൽ തന്നെ ആവശ്യത്തിനനുസരിച്ചുള്ള സെറം നമ്മുടെ സ്കിന്നിൽ അബ്സോർബ് ആവും. 1, 2 പ്രൊഡക്റ്റ് വേസ്റ്റ് ആവത്തില്ല. കാരണം നമ്മൾ വിചാരിക്കും നമ്മൾ സെറം 3 ഡ്രോപ്സ് പറഞ്ഞ് 3 ഡ്രോപ്സ് എടുത്ത് അല്ലെങ്കിൽ 4 ഡ്രോപ്സ് 3 ഡ്രോപ്സ് കഴിഞ്ഞാൽ 4 ഡ്രോപ്സ് എടുത്ത് എൻ്റെ മുഖത്ത് അപ്ലൈ ചെയ്തിട്ട് എനിക്ക് റിസൾട്ട് കിട്ടുന്നില്ലല്ലോ. കാര്യം എന്താ, നിങ്ങൾ മുഖത്തോട്ടൊന്നും കൊടുക്കുന്നില്ല, മൊത്തം നമ്മുടെ കയ്യിലാണ് പോകുന്നത്. കൈക്കുള്ള ഹൈപ്പർ പിഗ്മെന്റേഷൻ ചിലപ്പോൾ പോവായിരിക്കും, നിങ്ങൾ അതൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. അങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ യൂസ് കോമഡിക്ക് പറഞ്ഞാൽ. കാരണം നമ്മൾ മോസ്റ്റ് ഓഫ് ദി പ്രൊഡക്റ്റ് അബ്സോർവ് ആവുന്നത് നമ്മുടെ കയ്യിലോട്ടാണ്. ഒന്നാമത്തെ കാര്യം നമ്മുടെ കൈ കുറച്ച് ഡ്രൈ ആയിട്ടിരിക്കുകയാണ്. പിന്നെ ഈ സെറത്തിനകത്ത് കുറച്ച് വാട്ടർ കൺസിസ്റ്റൻസി ഉള്ളതുകൊണ്ട് ഇത് മുഖത്തിലോട്ട് പോകുന്നേക്കാളും കൂടുതലും ടെൻഡൻസി കയ്യിലോട്ട് പോകാനാണ്. കാരണം ഡ്രൈ ആയിട്ടിരിക്കുന്ന സ്പേസിലോട്ടല്ലേ കൂടുതലും പോകാൻ ചാൻസ്. അപ്പൊ നമ്മൾ ഇങ്ങനെ ആക്കിയിട്ട് മുഖത്തോട്ട് എടുക്കുമ്പോൾ ഫേസിൽ അബ്സോർബ് ആവുന്നത് കയ്യിലാണ്. അതുകൊണ്ടാണ് ഒരുപാട് റബ്ബ് ചെയ്യരുത് എന്ന് പറയുന്നത്. ഇനി മുന്നേ ഞാൻ ഷോർട്സിലൊക്കെ അത് ഒരുപാട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം മാക്സിമം സെറംസ് റബ്ബ് ചെയ്യാതെ അപ്ലൈ ചെയ്യാൻ ശ്രദ്ധിക്കുക, ഡാബ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യാൻ ശ്രദ്ധിക്കുക. മുഖത്തിട്ടാൽ പോലും ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒരു സർക്കുലർ മോഷൻ, ജസ്റ്റ് 2 സെക്കൻഡ് അത്രയും മതി. അല്ലാണ്ട് ഒരുപാട് നേരം തേച്ച് എത്രത്തോളം നമ്മൾ തേച്ചാൽ അത്രത്തോളം നമ്മുടെ സ്കിന്നിലോട്ടൊന്നും ഇറങ്ങാനൊന്നും പോകില്ല. ജസ്റ്റ് ലീവ് ഒരു 2 സെക്കൻഡോ അല്ലെങ്കിൽ മാക്സിമം ഒരു 30 സെക്കൻഡ്സ് നമ്മളൊന്ന് 30 സെക്കൻഡ്സ് റബ്ബ് ചെയ്യണം, 30 സെക്കൻഡ്സ് വെയിറ്റ് ചെയ്യുക. ഒരു സെറം അപ്ലൈ ചെയ്ത് 30 സെക്കൻഡ് വെയിറ്റ് ചെയ്തിട്ട് അടുത്ത സെറമോ മോയിസ്ചറൈസറോ സൺസ്ക്രീൻ ഏതാന്ന് വെച്ചാൽ ഫോളോ അപ്പ് ചെയ്യുക. അത്രയും മാത്രം ചെയ്താൽ മതി. അല്ലാണ്ട് ഒരുപാട് റബ്ബ് ചെയ്തെന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് സെറം നമ്മുടെ സ്കിന്നിലോട്ട് അബ്സോർബ് ആവാൻ പോകുന്നില്ല. അടുത്ത മിസ്റ്റേക്ക് ഞാനും ചെയ്തിട്ടുള്ളതാണ്, ഒരുപാട് സിറംസ് ഒരു സ്കിൻ കെയർ റൊട്ടീനിലോട്ട് ആഡ് ചെയ്യുക. കാരണം ഫസ്റ്റ് ഒക്കെ സിറംസ് നമ്മുടെ നാട്ടിലൊക്കെ അവൈലബിൾ ആയപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ എനിക്ക് ഓപ്പൺ പോസിന് നാസിനമൈഡ് വേണം, എനിക്ക് വൈറ്റമിൻ ബ്ലാങ്കറ്റ്സ് ഉണ്ട്, എനിക്ക് സാലിസിലിക് ആസിഡ് ഉണ്ട്, എനിക്ക് ഹൈപ്പർ പിഗ്മെന്റേഷൻ ഉണ്ട്, കോജിക് ആസിഡ് വേണം, ഇനി ഇതാ ഓക്കെ ഇനി വിറ്റാമിൻ സി വേണം. അങ്ങനെ ഒരു 4-5 സിറംസ് ഞാൻ ഒരുമിച്ച് യൂസ് ചെയ്യായിരുന്നു. അങ്ങനെ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് ഞാൻ മനസ്സിലാക്കാൻ ഒരു 2 വർഷം എടുത്തു. എന്ന് വെച്ചാൽ നമുക്ക് ടൂ മച്ച് സിറംസിന്റെ ആവശ്യമില്ല. നമ്മളിപ്പോ മെയിൻ കൺസേൺ ഏതാണ്, ഫസ്റ്റ് അത് ട്രീറ്റ് ചെയ്ത് മാറ്റിയിട്ട് അടുത്ത ചെയ്യുക. ഇപ്പൊ ചിലപ്പോൾ എന്റെ പഴയ നൈറ്റ് ടൈം സ്കിൻ കെയർ റൊട്ടീൻ നോക്കിയാൽ നിങ്ങൾ ഓക്കെ ഇതിനകത്ത് ടൂ മച്ച് സ്റ്റെപ്സ് ഉണ്ടല്ലോ എന്ന്. ലൈക്ക് അതെന്ന് വെച്ചാൽ ആഡ് ഓൺ ആയിരുന്നു. ഇപ്പൊ അന്ന് ഞാൻ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് എൻ്റെ 3 സിറംസ് ആയിരുന്നു ഞാൻ ആ നൈറ്റ് ടൈം സ്കിൻ കെയർ യൂസ് ചെയ്തത്. കാരണം അന്ന് എന്റെ കമന്റ് ബോക്സിലാണോ എന്തോ അത് നേരിട്ട് അവർ ചോദിച്ചു ഇതിനൊക്കെ ഒരുപാട് സ്റ്റെപ്സ് ഉണ്ടല്ലോ. സ്റ്റെപ്സ് ഇല്ല, 3 സിറമേ ഞാൻ അത് യൂസ് ചെയ്യുന്നുള്ളൂ. റെറ്റിനോൾ സിറം, അതിന് കോംപ്ലിമെന്റ് ചെയ്യാനായിട്ട് ഞാൻ പെപ്റ്റൈഡ് സിറവും നയാസിനമൈഡ് സിറമോ അത് നയാസിനമൈഡ് വരെ കോജിക് ആസിഡ്, ഇത് ഏതോ ഒന്നാണ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. കാരണം എനിക്ക് ഹൈപ്പർ പിഗ്മെന്റേഷൻ ആയിരുന്നു, അത് മാറ്റിയിട്ട് കോജിക് ആസിഡ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇനി ഞാൻ കോജിക് ആസിഡ് സ്കിപ്പിങ്, കാരണം ഓൾമോസ്റ്റ് ഹൈപ്പർ പിഗ്മെന്റേഷൻ ഒക്കെ ഒന്ന് മാറിയിട്ടുണ്ട് എനിവേസ് താങ്ക് ഗോഡ്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ലൈക്ക് ആഡ് ചെയ്യുന്നത്. കാരണം എനിക്ക് പ്രശ്നമുള്ളത് ഏതാണ്, ഇപ്പൊ ഞാൻ കുറച്ച് നാളായിട്ട് നയാസിനമൈഡ് യൂസ് ചെയ്യുന്നില്ല. കാരണം വെച്ചാൽ എൻ്റെ ഓൾമോസ്റ്റ് എനിക്ക് നയാസിനമൈഡിന്റെ എഫക്റ്റ് ഒന്ന് കുറഞ്ഞു കിട്ടി. മാത്രമല്ല ഞാൻ യൂസ് ചെയ്യുന്ന മോയിസ്ചറൈസറിൽ അത്യാവശ്യം 2% നയാസിനമൈഡ് ഉണ്ട്, എനിക്ക് അത് മതി എന്നുള്ളൊരു ഇതുള്ളതുകൊണ്ട് ഞാൻ ലൈക്ക് അത് സ്കിപ്പ് ചെയ്യും. നമ്മളങ്ങനെ മാക്സിമം 2-3 സിറം യൂസ് ചെയ്യുന്നേക്കാളും നല്ലത് ഇപ്പം ആഡ് ഓൺ ചെയ്യും. ഇപ്പൊ ചില സിറത്തിനകത്ത് വിറ്റാമിൻ സി നയാസിനമൈഡും ഒരുമിച്ചിട്ടു അങ്ങനെയൊക്കെ ഒന്ന് യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് സിറംസ് ഒരുമിച്ച് യൂസ് ചെയ്യുമ്പോൾ എന്താന്ന് വെച്ചാൽ ഒന്ന് ഈ എല്ലാം കൂടെ നമ്മുടെ സ്കിന്നിന് അബ്സോർബ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ഒരുമാതിരി പീലിംഗ് എഫക്റ്റ് വരും. മാത്രമല്ല ഇപ്പൊ നിങ്ങൾ സൺസ്ക്രീൻ ഒക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഒരുപാട് സിറം യൂസ് ചെയ്തിട്ട് നിങ്ങൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുമ്പോൾ ആ സൺസ്ക്രീൻ തന്നെ ഒരുമാതിരി തെരിയായിട്ട് ഇളകാൻ തുടങ്ങും.
സോ അങ്ങനെ യൂസ് ചെയ്യരുത്. ഏതെങ്കിലും 1-2 സിറം മാക്സിമം അത്രയും മതി, അല്ലെങ്കിൽ 3. അതിനപ്പുറത്തോട്ടൊന്നും കിട്ടുന്ന സിറം എല്ലാം കൂടെ വാങ്ങിയിട്ട് നിങ്ങളുടെ സ്കിന്നിലോട്ട് അപ്ലൈ ചെയ്ത്. കാരണം കോജിക് ആസിഡ്, വിറ്റാമിൻ സി, കാരണം വിറ്റാമിൻ സി കോജിക് ആസിഡ് ഒരുമിച്ച് പോയി, ആസിഡ് അത് കഴിഞ്ഞിട്ട് പിന്നെ ആൽഫ ഹാർബിറ്റിൻ, പിന്നെ ടാനക്സാമിക് ആസിഡ്, പിന്നെ സാലിസിലിക് ആസിഡ്, അങ്ങനെ എല്ലാം കൂടെ വാങ്ങിച്ചിട്ട് മുഖത്തിട്ട് കഴിഞ്ഞാൽ ഒന്ന് നമ്മൾ എന്തിനാണോ യൂസ് ചെയ്യുന്നത് അതിന്റെ ഫലം കിട്ടത്തില്ല. ഓരോന്നായിട്ട് തീർത്ത് പോകുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. നിങ്ങൾക്ക് മോക്കൂരുണ്ടെങ്കിൽ ഫസ്റ്റ് സാലിസിലിക് ആസിഡ് സെറം യൂസ് ചെയ്ത്, അല്ലെങ്കിൽ ബെൻസോയിൽ പെറോക്സൈഡ് യൂസ് ചെയ്ത് മോക്കൂര് മാറ്റിയിട്ട് വിറ്റാമിൻ സി സെറം യൂസ് ചെയ്യുക. ഞാനിത് മാക്സിമം കുറെ റിലേറ്റ് ചെയ്ത് പറയുന്നതിന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്, ചേച്ചി ഈ 2 സിറം യൂസ് ചെയ്യാം, ഈ 3 സിറം ഒരുമിച്ച് യൂസ് ചെയ്യാം എന്നൊക്കെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. പക്ഷേ ക്യുഎൻഎയിലോട്ട് പോകാത്തത് ഈ സിറത്തിന്റെ വീഡിയോ തന്നെ പറഞ്ഞതെന്ന് വെച്ചാൽ ഒന്നുകൂടി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അങ്ങനെ ലൈക് ടൂ മച്ച് സിറംസ് യൂസ് ചെയ്യാതെ നിങ്ങളുടെ മെയിൻ കൺസേൺ, ഇപ്പൊ നിങ്ങൾക്ക് ഓപ്പൺ പോസ് ആണ് മെയിൻ കൺസേൺ എങ്കിൽ സാലിസിലിക് ആസിഡും നയാസിനമൈഡും മതി നമ്മുടെ സ്കിൻ കെയർ റൂട്ടിൽ. അത് കഴിഞ്ഞിട്ട് നമുക്ക് വിറ്റാമിൻ സിയും നൈറ്റിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ റെറ്റിനോൾ യൂസ് ചെയ്യാവേ. കാരണം വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും മാറാൻ റെറ്റിനോൾ നല്ലതായതുകൊണ്ട് ഈ 3 യൂസ് ചെയ്യുക, ഓൾട്ടർനേറ്റ് ചെയ്ത് യൂസ് ചെയ്യുക. ഒന്നിക്ക് സാലിസിലിക് ആസിഡ് മോർണിംഗ് യൂസ് ചെയ്ത് റെറ്റിനോൾ വൈകിട്ട് യൂസ് ചെയ്യുക. നമ്മൾ നേരത്തെ സാലിസിലിക് ആസിഡ് വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം കഴിഞ്ഞ വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും കുറഞ്ഞു എന്ന് മനസ്സിലാക്കിയാൽ സിറം സ്കിപ്പ് ചെയ്തിട്ട് ഫേസ് വാഷ് സാലിസിലിക് ആസിഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക, വിറ്റാമിൻ സി സിറം മോർണിംഗിൽ യൂസ് ചെയ്യുക, റെറ്റിനോളിനായിട്ട് യൂസ് ചെയ്യുക. ആന്റി ഏജിങ് ആയി വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും അത്യാവശ്യം പോവുകയും, അത്യാവശ്യം നല്ല രീതിയിൽ റെറ്റിനോളിൽ പോവുകയും ചെയ്യും. അപ്പൊ അങ്ങനെ നമ്മളൊന്ന് നമ്മുടെ സ്കിന്നിനെ പഠിച്ചിട്ട് അതനുസരിച്ച് ട്രീറ്റ് ചെയ്യുക. അല്ലാണ്ട് ഒരുപാട് സാധനങ്ങൾ ഒരുമിച്ചിട്ടിട്ട് സ്കിന്നിന് പണിയും കിട്ടും, നമ്മളെ പൈസയും വേസ്റ്റ് ആവും, നമുക്ക് അതിന്റെ ബെനിഫിറ്റും കിട്ടാൻ പോകുന്നു. അപ്പൊ ടൂ മച്ച് പ്രൊഡക്റ്റ് ഒരിക്കലും നല്ലതല്ല. അടുത്ത കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു സെറം മിസ്റ്റേക്ക് ആണ് എന്ന് വെച്ചാൽ കൺസിസ്റ്റന്റ് ആയിട്ട് യൂസ് ചെയ്യത്തില്ല, അപ്പൊ റിസൾട്ടും കിട്ടത്തില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ ചില ആൾക്കാരെയും ഞാൻ 2 ആഴ്ചയായിട്ട് യൂസ് ചെയ്യണം പക്ഷെ എനിക്ക് റിസൾട്ട് കിട്ടുന്നത് അതുകൊണ്ട് ഞാൻ നിർത്തി. അല്ലെങ്കിൽ നിങ്ങൾ എന്താ വെച്ചാൽ രാവിലെ യൂസ് ചെയ്യും, ചിലപ്പോൾ 2 നേരം യൂസ് ചെയ്യുന്ന സാധനമായിരിക്കും, രാവിലെ മാത്രമേ യൂസ് ചെയ്യും, അല്ലെങ്കിൽ തോന്നുമ്പോൾ യൂസ് ചെയ്യും, എന്നിട്ട് ഒരു 3 മാസമായിട്ട് യൂസ് ചെയ്യും, എനിക്ക് റിസൾട്ട് കിട്ടുന്നില്ല. സംഭവം എന്ന് വെച്ചാൽ നമ്മൾ ഒരു കാര്യം കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്താൽ മാത്രമേ അതിന്റെ റിസൾട്ട് കിട്ടൂ. അല്ലാതെ നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് അതിന്റെ റിസൾട്ട് ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല. ട്രസ്റ്റ് മീ, പ്രോപ്പർ ആയിട്ട് ചെയ്താൽ സ്കിൻ നന്നായിട്ട് ചേഞ്ച് ആവും. ഏറ്റവും വലിയ എക്സാമ്പിൾ ഞാനാണ്. കാരണം ഈ റീസെന്റ് ഞാൻ എന്തെങ്കിലും നിങ്ങൾക്ക് ആ ഫോട്ടോ ഷെയർ ചെയ്യാൻ ഷെയർ ചെയ്യാം. ഈ റീസെന്റ് ഞാൻ എന്റെ ഗൂഗിൾ പിക്സിൽ എന്റെ പഴയ ഫോട്ടോസ് ഞാനിങ്ങനെ എടുത്തു നോക്കിയപ്പോഴത്തേക്ക് എന്റെ മുഖത്ത് ലോക്ക്ഡൌണിന്റെ സമയത്ത് വന്ന കുരുക്കള്, ഞാൻ അല്ലാണ്ടൊക്കെ വന്നപ്പോൾ മുത്തുമുത്തുള്ള ആ പാടുകളൊക്കെ ഞാൻ ശ്രദ്ധിച്ചു. ഇപ്പൊ എന്റെ സ്കിൻ നോക്കുമ്പോഴത്തേക്ക് അത് വ്യത്യാസം. അന്ന് ഞാൻ സ്കിൻ കെയർ ചെയ്തിരുന്നു, ഇപ്പോഴും ഞാൻ സ്കിൻ കെയർ ചെയ്യുന്നു. അന്ന് ഇന്നും തമ്മിലുള്ള വ്യത്യാസം എന്താ വെച്ചാല്, അന്ന് ഫസ്റ്റ് ഈ കുരു വരുന്നതിന് ഈ പാടൊക്കെ വരുന്നതിന് മുന്നേ ഞാൻ കൺസിസ്റ്റന്റ് ആയിരുന്നില്ല എന്റെ സ്കിൻ കെയർ റൂട്ടീൻ. നല്ല തോന്നുമ്പോൾ ചെയ്യും, തോന്നുമ്പോൾ ചെയ്യില്ല, അങ്ങനെയായിരുന്നു. അതിനുശേഷം ഞാൻ കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്തു തുടങ്ങിയപ്പോഴാണ് എനിക്ക് ആ റിസൾട്ട് വന്നു തുടങ്ങിയത്. അപ്പോൾ നമ്മൾ പ്രോപ്പർ ആയിട്ട് ഒരു 3 മാസം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ റിസൾട്ട് കിട്ടും. റിസൾട്ട് കിട്ടുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഓക്കെ റിസൾട്ട് കിട്ടി, അതുകൊണ്ട് തന്നെ നമ്മൾ പിന്നെ അത് കണ്ടിന്യൂ ചെയ്യുകയും ചെയ്യും. അല്ലാണ്ട് റിസൾട്ട് കിട്ടിയെന്ന് പറഞ്ഞ് ഒരു പ്രോപ്പർ ആയിട്ട് സ്കിൻ കെയർ ചെയ്യുന്ന ഒരാൾ ഒരിക്കലും റിസൾട്ട് കിട്ടി എന്ന് പറഞ്ഞ് സ്റ്റോപ്പ് ചെയ്തില്ല. കാരണം നമുക്കറിയാം സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നമ്മുടെ സ്കിൻ പഴയത് കണക്കാക്കാം. കാരണം നമ്മുടെ ഡെഡ് സ്കിൻ പോവും, ന്യൂ സ്കിൻ വന്നുകൊണ്ടിരിക്കും. അപ്പൊ അതനുസരിച്ച് നമ്മൾ റൊട്ടീൻ ചെയ്തുകൊണ്ടിരിക്കില്ലേ. 100 കാര്യങ്ങളും ചെയ്യണം, 100 സിറോ അപ്ലൈ ചെയ്യണ്ട. ബേസിക് സ്കിൻ കെയർ റൂട്ടീൻ, ഫേസ് വാഷ്, മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ മതി. അപ്പൊ തന്നെ നമുക്കൊരു ചേഞ്ച് നമ്മുടെ സ്കിന്നിൽ വന്നു തുടങ്ങും. കാരണം ഒന്നും ചെയ്യാതിരിക്കുന്ന സ്ഥലത്താണല്ലോ നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത്. അപ്പൊ ബേസിക് ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു ചേഞ്ച് വന്നു തുടങ്ങും. പിന്നെ വേണമെങ്കിൽ വിറ്റാമിൻ സി സിറം, മോക്കുരു ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിറ്റാമിൻ സി സിറം മുകളിലും 24 ഏജിന് മുകളിലോട്ടാണെങ്കിൽ നൈറ്റിന് റെറ്റിനോൾ യൂസ് ചെയ്യാം. അല്ല 24 ഏജിന് താഴെ 28 മുകളിലാണെങ്കിൽ 2 നേരം വിറ്റാമിൻ സി സിറം ഒക്കെ യൂസ് ചെയ്താൽ തന്നെ നമ്മുടെ സ്കിന്നിന് ബ്രൈറ്റ്നെസ് കിട്ടും. അപ്പോൾ കൺസിസ്റ്റന്റ് ആയി, പക്ഷെ ഈ പറയുന്ന കാര്യങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് റിസൾട്ട് കിട്ടത്തുള്ളൂ. അപ്പൊ കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യാതിരിക്കുന്നതും ഒരു തരത്തിൽ പറഞ്ഞ ഒരു സിറം മിസ്റ്റേക്ക് അല്ലെങ്കിൽ ഒരു സ്കിൻ കെയർ മിസ്റ്റേക്ക് തന്നെയാണ്. അടുത്തൊരു മിസ്റ്റേക്ക് എന്ന് വെച്ചാൽ പ്രോപ്പർ ആയിട്ട് എക്സ്ഫോളിയേഷൻ ചെയ്യാത്ത. ഇപ്പൊ എല്ലാവരും എക്സ്ഫോളിയേറ്റ് ചെയ്യണം എന്ന് ഞാൻ പറയത്തില്ല. എന്ന് വെച്ചാൽ എന്നും എക്സ്ഫോളിയേറ്റിംഗ് സിറം യൂസ് ചെയ്യണം അങ്ങനെയൊന്നും ചെയ്യേണ്ട. നിങ്ങൾ റെഗുലർ ആയിട്ട് ഒരു ഫേസ് വാഷ് നൈറ്റിലെങ്കിലും ഏതെങ്കിലും ഒരു എക്സ്ഫോളിയേറ്റിംഗ് ഫേസ് വാഷ് ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഓയിലി സ്കിൻ ആണെങ്കിൽ സാലിസിലിക് ആസിഡ് ഫേസ് വാഷ് യൂസ് ചെയ്യുക, ഡ്രൈ സ്കിൻ ആണെങ്കിൽ ഗ്ലൈക്കോളിക് ആസിഡ് ഫേസ് വാഷ് യൂസ് ചെയ്യുക. ഒരു ആക്റ്റീവ് ഉള്ള ഫേസ് വാഷ് നന്നായിട്ട് ഡെയിലി ഒരു നേരമെങ്കിലും യൂസ് ചെയ്താൽ നമ്മുടെ ഡെഡ് സ്കിൻ റിമൂവ് ആവും. അപ്പോഴത്തേക്ക് ഈ സിറത്തിനെ കുറച്ചുകൂടെ സ്കിന്നിലോട്ട് അബ്സോർബ് ചെയ്യാൻ പറ്റും. കാരണം ഡെഡ് സ്കിൻ ഇരിക്കുന്നിടത്തോളം കാലം നമ്മുടെ സ്കിന്നിലോട്ട് പ്രോപ്പറായിട്ട് സിറമോ മോയ്സ്ചറൈസറോ ഒന്നും അബ്സോർബ് ആവാൻ പോകില്ല. അപ്പൊ ആ ഒരു ഡെഡ് സ്കിൻ റിമൂവൽ നമ്മുടെ സിറം അപ്ലിക്കേഷനിൽ അല്ലെങ്കിൽ നമ്മുടെ സ്കിൻ കെയറിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാര്യം എന്ന് വെച്ചാൽ ഒന്നാമത്തെ റീസൺ, നമുക്ക് ഡെഡ് സ്കിൻ നമ്മുടെ ഫേസിൽ ഇരിക്കുമ്പോൾ നമുക്ക് ആ ഒരു സ്കിന്നിന്റെ ബ്രൈറ്റ്നെസ്സോ ഒന്നും തോന്നത്തില്ല. സ്കിൻ നല്ല ഡൾ ആയിട്ട് തോന്നും. കാരണം ഡെഡ് സ്കിന്നാണ് ഇരിക്കുന്നത്. കാരണം ഈ സ്കിന്നിനുള്ള എന്താ ബ്രൈറ്റ്നെസ് അല്ലെങ്കിൽ ആ ഒരു തിളക്കമൊക്കെ തോന്നുന്നതിന്റെ പ്രധാന കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഈ ലൈറ്റിംഗ് എഫക്റ്റ് ആണ് സത്യം പറയാല്. അപ്പൊ ഈ ലൈറ്റ് വന്ന് തട്ടിയിട്ട് പോകുമ്പോൾ, അതാണ് നമ്മൾ ഹൈലൈറ്റർ ഒക്കെ എടുക്കുമ്പോൾ ആ ഒരു തിളക്കം വരുന്നത്. അപ്പം ലൈറ്റ് വന്ന് തട്ടിയിട്ട് പോകാനുള്ള ഒരു സ്പേസ് നമ്മുടെ സ്കിന്നിന് വേണം. ആ സ്മൂത്ത്നെസ് വേണമെങ്കിൽ നമ്മുടെ സ്കിൻ ഡെഡ് സ്കിൻ ആണെങ്കിൽ ആ ഒരു എഫക്റ്റ് കിട്ടത്തില്ല.
ആ ഡൾനെസ് തോന്നും. പക്ഷെ നമ്മൾ ആ ഡെഡ് സ്കിൻ മാറുമ്പോഴത്തേക്കും നമുക്ക് ആ ഡൾനെസ് മാറിയിട്ട് നമ്മുടെ നല്ല ഷൈനി സ്കിൻ പുറത്ത് വരികയും ചെയ്യും. അപ്പോൾ എക്സ്ഫോളിയേഷൻ സെറത്തിന്റെ അബ്സോർപ്ഷനും നമ്മുടെ സ്കിന്നിന്റെ ബ്രൈറ്റ്നസിനും ഷൈനിനെസ്സിനും ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രോപ്പറായിട്ട് എക്സ്ഫോളിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലത് എക്സ്ഫോളിയേറ്റിംഗ് ഫേസ് വാഷ് എങ്കിലും യൂസ് ചെയ്താൽ മതി. എന്നും പറഞ്ഞുകൊണ്ട് നിങ്ങൾ ആരും കയറി സ്ക്രബ് യൂസ് ചെയ്യരുത്. ഞാൻ എടുത്തെടുത്ത് പറയാനുള്ള കാര്യത്തിൽ എക്സ്ഫോളിയേഷൻ എന്ന് വെച്ചാൽ സ്ക്രബ് ആണ് എന്നുള്ള മെന്റാലിറ്റി നമ്മുടെ മനസ്സിലുണ്ട്. സ്ക്രബ് ചെയ്ത് സ്ക്രബ് യൂസ് ചെയ്ത് ഇൻ കേസ് സ്ക്രബ് യൂസ് ചെയ്താലും ഡെയിലി യൂസ് ചെയ്യരുത്. മാസത്തിലൊരിക്കലോ ആഴ്ചയിലൊരിക്കലോ വർഷത്തിലൊരിക്കലോ ആഴ്ചയിലൊരിക്കലോ യൂസ് ചെയ്തിട്ട് മാസത്തിലൊരിക്കലോ വർഷത്തിലൊരിക്കലോ അങ്ങനെ ചെയ്തു അത് മതി. അങ്ങനെ അതിലേക്ക് കാരണം സ്ക്രബ് യൂസ് ചെയ്താലേ എൻ്റെ ഫേസ് എക്സ്ഫോളിയേറ്റ് ആവും എന്നൊരു മെന്റാലിറ്റി ഉള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഫസ്റ്റ് നിങ്ങൾ മാസത്തിലൊരിക്കലാക്കുക, പിന്നെ 2 മാസത്തിലൊരിക്കലാക്കുക, എന്നിട്ട് വർഷത്തിലൊരിക്കലാക്കുക, എന്നിട്ട് നിർത്തുക. അങ്ങനെ ചെയ്തു കുഴപ്പമില്ല. മാക്സിമം സ്ക്രബ് യൂസ് ചെയ്യാതിരിക്കാനും ശ്രദ്ധിക്കുക. ഞാൻ എക്സ്ഫോളിയേഷൻ പറഞ്ഞുകൊണ്ട് ആരും സ്ക്രബ് യൂസ് ചെയ്യരുത്. ഒന്നുകിൽ 24 ഏജിന് എബോ ആണെങ്കിൽ എക്സ്ഫോളിയേറ്റിംഗ് സെറംസ് യൂസ് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ ഏത് സാധാരണ ഫേസ് വാഷ് യൂസ് ചെയ്താൽ മതി. ആക്റ്റീവ് ഫേസ് വാഷ്, ഇത് HA BHA ഫേസ് വാഷെന്നോ അല്ലെങ്കിൽ LHA ഫേസ് വാഷെന്നോ സാലിസിലിക് ആസിഡ് ഫേസ് വാഷോ ഗ്ലൈക്കോളിക് ആസിഡ് ഫേസ് വാഷ് ഏതെങ്കിലും ഒരു ഫേസ് വാഷ് യൂസ് ചെയ്താൽ മതി. അപ്പൊ എക്സ്ഫോളിയേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. സെറം അത് എക്സ്ഫോളിയേറ്റ് ചെയ്യാതിരിക്കുന്നതും ഒരു ടൈപ്പ് സെറം മിസ്റ്റേക്ക് ആണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ സെറം മിസ്റ്റേക്കുകളെ പറ്റിയിട്ടായിരുന്നു. സെറത്തിനെ പറ്റി നമ്മൾ ലെയറിങ്ങിനെ പറ്റിയിട്ട് ഓൾറെഡി കുറെ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഐക്കാർഡിൽ കൊടുക്കാം, അതും കണ്ടു നോക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ വെച്ചേക്കാം. നമുക്ക് അടുത്ത Q&A സെക്ഷനിൽ അത് ക്ലിയർ ചെയ്യാം. ഇതുപോലത്തെ സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ വീഡിയോ ട്യൂസ്ഡേയും തേഴ്സ്ഡേയും സൺഡേയും വരുന്നത്. ഇറ്റ്സ് ലക്ഷ്മി സൈനിങ് ഓഫ്.